യെസ് 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 PSG 4 റയൽ മാഡ്രിഡ് നിൽ അത് ഇതിലും വേർസ് ആവായിരുന്നു അല്ലേ. സോ പ്രോബബ്ലി എല്ലാവരും പ്രതീക്ഷിച്ച എന്താ പറയുക മാച്ച് ഓഫ് ദ ടൂർണമെന്റ്, ക്ലബ് വേൾഡ് കപ്പ് ഫൈനൽ ആവുമെന്ന് പ്രതീക്ഷിച്ച ഒരു മാച്ച്. സെമി ഫൈനൽ അവർ ഏറ്റുമുട്ടി. മേ ബി PSG-യുടെയും റയലിന്റെയും ബിഗസ്റ്റ് ടെസ്റ്റ് മാൻ വിത്ത് ഒരു വൺ സൈഡഡ് മാച്ച്. ആദ്യത്തെ ഒരു 5 മിനിറ്റ് കണ്ടപ്പോൾ ഓക്കെ റയൽ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നു, PSG ക്രിയേറ്റ് ചെയ്യുന്നു, കോർട്ടുവാ സേവ് ചെയ്യുന്നു, അപ്പുറത്ത് റയൽ ചാൻസ് ചെയ്തു. ഓക്കെ 5 മിനിറ്റ് ഓ മാൻ ഇത് മിക്കവാറും എക്സ്ട്രാ ടൈമിലോട്ടൊക്കെ പോവും. കളി ഫയർ ആയിരിക്കും. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. പക്ഷേ റൗൾ അസെൻസിയോട് ഒരു 1.5 മിസ്റ്റേക്ക്, ഔട്ട് ഓഫ് എവരി വൺ റുഡിഗറിന്റെ ഒരു 1.5 മിസ്റ്റേക്ക്, പിന്നെ ആ തേർഡ് ഗോളും കൂടെ അടിച്ചപ്പോഴേക്കും 3-0. പിന്നീട് ഒന്നും പറയണ്ട, കളി റയലിന്റെ കയ്യിൽ നിന്ന് പോയി. തേർഡെന്നല്ല, ആ റൗൾ അസെൻസിയോ മിസ്റ്റേക്ക് വരുത്തിയപ്പോൾ തൊട്ട് തന്നെ PSG കളിയിലോട്ട് കയറി അങ്ങ് പിടിച്ചു. റയൽ പിന്നെ കളി വന്നിട്ടേ ഇല്ല. സെക്കൻഡ് ഹാഫ് റയൽ മാഡ്രിഡിന് അഗേൻസ്റ്റ് PSG സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തി, ടൈം മാനേജ് ചെയ്ത്, ഗെയിം സ്ലോ ഡൗൺ ചെയ്ത്, ഫൈനലിലേക്ക് പ്ലേയേഴ്സിന് വേണ്ടി റെസ്റ്റും കൊടുത്ത് കംഫർട്ടബിൾ ആയിട്ടാണ് സെക്കൻഡ് ഹാഫിൽ ഗോൺസാലോ റാമോസിന്റെ ഒരു ഗോളും കൂടെ ആള് ചോട്ടേരെ സെലിബ്രേഷൻ ഇട്ട് ട്രിബ്യൂട്ടും കൊടുത്ത് കംഫർട്ടബിൾ ആയിട്ട് ഫാബിയൻ റൂയിസിന്റെ ഡബിളും ഡെമ്പലിന്റെ ഒരു ഗോളും അതിന്റെ കൂടെ ഗോൺസാലോ റാമോസും. എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഷോക്ക്ഡായി. ഇപ്പൊ ഇങ്ങനെ റയൽ മാഡ്രിഡ് പാടുമെന്ന് ഓർത്തില്ല. കാരണം ഫസ്റ്റ് ഹാഫിൽ റയൽ മാഡ്രിഡിന് ബോൾ കിട്ടുന്നില്ല. ആദ്യത്തെ ഒരു 5 മിനിറ്റ് അതിനു ശേഷം PSG-യുടെ കംപ്ലീറ്റ് ഡോമിനേഷൻ. നിങ്ങളിപ്പോൾ ഈ ഫോട്ടോ കാണുമ്പോൾ ഓർക്കും ഡിഫൻഡേഴ്സ് ഭയങ്കര മോശമായിരുന്നു. വാൽവേയുടെ റൈറ്റ് ബാക്ക്, 2 സെൻട്രൽ ബാക്സ് മോശം, ഗോട്ടോയും പോരായിരുന്നു, ഫ്രാൻ ഗാർഷ്യ, എല്ലാവരുടെയും റേറ്റിംഗ് ഉണ്ടോ കുറവാണ്. ബ്ലെയിം ചെയ്യുന്നത് ഡിഫൻഡേഴ്സിനല്ല. റയൽ മാഡ്രിഡ് ടീമിൽ ഇന്നലത്തെ ലോസിനെ റൗൾ അസെൻസിയോ മിസ്റ്റേക്ക് വരുത്തി, റുഡിഗർ മിസ്റ്റേക്ക് വരുത്തി, അല്ലേലും PSG-യുടെ കംപ്ലീറ്റ് ഡോമിനേഷൻ. റയൽ ഒരു ഗോൾ അടിക്കുമെന്ന് ഒരു ഫീലും ഇല്ല. ഈ കളി ഇനിയും കളിക്കുവാണെങ്കിലും റയൽ കംഫർട്ടബിളി PSG കംഫർട്ടബിളി ജയിക്കത്തേ ഉള്ളൂ. ശരിയാണ്, ഡീൻ ഹഡ്സൺ ഇല്ലായിരുന്നു, ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡ് ഇല്ലായിരുന്നു. നോക്കി ഇവർ വരുമായിരുന്നെങ്കിൽ കളി മാറി ഇല്ല. ഇവർ വരുമായിരുന്നാലും വലിയ ചേഞ്ചുകളില്ലാതെ മേ ബി ഇതിലും ബെറ്റർ ആയേനെ. പക്ഷെ എന്നാലും PSG ജയിച്ചേനെ. കാരണം റയൽ മാഡ്രിഡിന്റെ ഡിഫൻഡേഴ്സിന്റെ കുഴപ്പം കൊണ്ടല്ല ഇന്നലെ തോറ്റത്. റയൽ മാഡ്രിഡിന്റെ ഡിഫൻഡേഴ്സും കുഴപ്പമായിരുന്നു. അത് മാത്രമല്ല കാരണം റയൽ മാഡ്രിഡിന്റെ മിഡ്ഫീൽഡേഴ്സ് ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി റയൽ മാഡ്രിഡിന്റെ അറ്റാക്കേഴ്സ് ഫ്രണ്ട് 3 വെച്ചാണ് ഇന്നലെ ചാബി അലോൺസോ ഇറങ്ങിയത്. കിലിയൻ എംബാപ്പെ, വിനീഷ്യസ് ജൂനിയർ, ഗോൺസാലോ ഗാർഷ്യ. ഫസ്റ്റ് ടൈമാണ് ഫ്രണ്ട് 3 വെച്ച് ഈ ടൂർണമെന്റിൽ ഇറങ്ങുന്നത്. PSG നമുക്കറിയാം മിഡ്ഫീൽഡ് ഡോമിനേറ്റ് ചെയ്യുന്ന സൈഡാണ്. വേൾഡ് ഫുട്ബോളിൽ ഏറ്റവും ടെക്നിക്കലി ഗിഫ്റ്റഡ് ആയിട്ടുള്ള 11 പ്ലേയേഴ്സ് ഉള്ള ഒരു സൈഡാണ് PSG. അവർക്ക് അഗെയിൻസ്റ്റ് ആണ് 2 മാൻ മിഡ്ഫീൽഡ് വെച്ച് ചാബി അലോൺസോ ഇറങ്ങിയത്. വാൽവേയുടെ റൈറ്റ് ബാക്ക് റോളാണ് ഇറങ്ങിയത്. എനിക്ക് വാൽവേയുടെ ഇന്നലെ മോശമായിട്ട് കളിച്ചോ തോന്നിയില്ല. വാൽവേയുടെ 1-on-1 സിറ്റുവേഷൻസിൽ നമ്മൾ പല തവണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുള്ളിയുടെ സ്ട്രെങ്ത് അല്ല. ബട്ട് പലപ്പോഴും 1-on-1 സിറ്റുവേഷൻസിൽ ഫെഡെ വാൽവേയുടെ വരുമായിരുന്നു കവറസ്കേലിയൊക്കെ അഗേൻസ്റ്റ്. കവറസ്കേലിയെ കുറച്ചുകൂടി ക്ലിനിക്കൽ ആവുമായിരുന്ന കളി ഫസ്റ്റ് ഹാഫിൽ ഇതിനും വേഴ്സ് ആയ. ഇന്നലത്തെ പിച്ചിൽ ഏറ്റവും നല്ല ചാൻസ് കിട്ടിയ പ്ലെയർ കവിച്ച കവറസ്കേലിയാണ്. ആൻഡ് 1-on-1 സിറ്റുവേഷനിൽ പലപ്പോഴും വാൽവേയുടെ വരുന്നതിന് ബിഗ്ഗസ്റ്റ് റീസൺ എന്താണ്? വിനീഷ്യസ് ജൂനിയർ ഫസ്റ്റ് ഹാഫിൽ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു സപ്പോർട്ട് പോലും ഫെഡെ വാൽവേഡയ്ക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊടുക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഓടി നടന്ന് ട്രാക്ക് ബാക്ക് ചെയ്യേണ്ടത് എപ്പോഴും ഫുൾ ടൈം പ്രസ് ചെയ്തുകൊണ്ടിരിക്കണം നല്ലതാണ്. അറ്റ്ലീസ്റ്റ് ബാക്കിലോട്ടൊന്ന് ഇറങ്ങി വരിക, അവിടെ ഒരു ബോഡിയായിട്ട് ആക്ട് ചെയ്യുക, അറ്റ്ലീസ്റ്റ് ഒരു മൂവ്മെന്റ് ബ്ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിന് പോലും വിനീഷ്യസ് ജൂനിയർ ഇന്നലെ ശ്രമിച്ചില്ല. സെയിം ഫോർ കിലിയൻ എംബാപ്പെ ആസ് വെൽ. ഗോൺസാലോ ഗാർഷ്യ എന്ത് ചെയ്യണമെന്നറിയാതെ ഇന്നലെ നിൽക്കുക. കിലിയൻ എംബാപ്പയും വിനീഷ്യസ് ജൂനിയറും വേഴ്സസ് ഡെമ്പലെ, കവറസ്കേലിയ, ഡെസറഡോയെ. ഇന്നലെ നമ്മൾ ലൈവ് സ്ട്രീമിൽ പറഞ്ഞ ഒരു ഡിഫറൻസ് ഉണ്ട്. വിനീഷ്യസ് ജൂനിയർ എംബാപ്പയും ഓക്കെ പ്രസിംഗിനായിട്ടല്ല, ആ ഒരു പാസിംഗ് ലൈൻ ബ്ലോക്ക് ചെയ്യാനായിട്ട് ഓടി നിൽക്കുന്നു അപ്പ് ഫ്രണ്ട്. ഡോണറൂമേനോട് ബാക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിൽക്കുന്നു. മേ ബി കോച്ചിന്റെ ഇൻസ്ട്രക്ഷൻ കാണും ഗോളിൽ ചെന്ന് പ്രസ് ചെയ്യണ്ട, ഓക്കെ അവിടെ നിൽക്കുന്നു. നേരെ ഡോണറൂമ പാസ്റ്റ് മാർക്യൂനോസിലോട്ടോ അല്ലെ ബെറാൾഡോയിലോട്ടോ കൊടുക്കുന്നു. അപ്പോൾ അവരാണെങ്കിൽ ആ ഒരു ലൈൻ ബ്ലോക്ക് ചെയ്യാനായിട്ട് പ്രസ് ചെയ്യാനായിട്ട് ചെല്ലുന്നു. മേ ബി മാർക്യൂനോസ് ആ ഒരു പാസ് നെവസിലോട്ടോ ഫാബിയൻ റൂയിസിലോട്ടോ മറ്റോ ഒക്കെ കൊടുത്തെന്ന് നോക്കും. അവിടെ അവർ നിന്നു ഓടി നടന്ന് അവരെ ചെന്ന് പിടിക്കാനായിട്ട് പാടായിരിക്കും, സമ്മതിച്ചു. പക്ഷെ അറ്റ്ലീസ്റ്റ് ഡ്രോപ്പ് ചെയ്യുക. അതേ സമയത്ത് ഡെമ്പലിനെയും കവറസ്കേലിയും ഇന്നലെ സെക്കൻഡ് ഹാഫിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. അത് ഇതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ. സിമിലർലി ഇവർ അഗ്രസീവ്ലി പ്രസ് ചെയ്യണം. ആരും PSG പ്ലേയേഴ്സ് ഡെമ്പലെ പ്രസ് ചെയ്യാണ്, കവറസ്കേലിയെ പ്രസ് ചെയ്യാണ്, ഡോയെ പ്രസ് ചെയ്യാണ്. അവർ ചെന്ന് പ്രസ് ചെയ്യാണ്. അവരുടെ ആ പ്രസ് ബീറ്റ് ചെയ്യണം. ടീബോ കോട്ടോ പാസ് കൊടുക്കുന്നു, മിഡ്ഫീൽഡിലോട്ട് ബോൾ ചെയ്തു കവിച്ച. എന്നിട്ട് റൈറ്റ് ഹാൻഡ് സൈഡിലൂടെയാണ് റയൽ അറ്റാക്ക് ചെയ്തത്.
ഓക്കെ, റയലിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുണ്ട്, എംബാപ്പെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുണ്ട്. അല്ല സോറി, എംബാപ്പെ റൈറ്റ് ഹാൻഡ് സൈഡിലുണ്ട്, റയലിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലൂടെയാണ് ബോൾ വന്നിരിക്കുന്നത്. കവറേജ് അവിടെ വെറുതെ നിൽക്കുമല്ലോ, ഡെമ്പലെല്ലാം ഡ്രോപ്പ് ചെയ്യും, കവറേജ് അവിടെ വെറുതെ നിൽക്കുമല്ലോ, പുള്ളി ഡ്രോപ്പ് ചെയ്യുക ബോൾ. ഈവൻ തോ റൈറ്റിലാണ്, ഓക്കെ ലെഫ്റ്റിൽ അല്ലല്ലോ എന്ന് ഓർത്ത് ആൾ അവിടെ നിൽക്കുമല്ലോ, ആൾ ഡ്രോപ്പ് ചെയ്ത് പതുക്കെ ഓടി വരുവാണ്, ഓടി വന്ന് നിൽക്കുക. ലെഫ്റ്റിലോട്ട് ബോൾ വന്നപ്പോൾ എംബാപ്പയുടെ കാലിലോട്ട് ബോൾ എത്തിയപ്പോഴേക്കും കവറേജ് തൊട്ട് പുറകെയുണ്ട്, കവറേജ് പ്രസ് ചെയ്യാൻ ചേരുന്നു, എംബാപ്പെ ബാക്കിലോട്ട് പാസ് ചെയ്യാൻ ഫോഴ്സ് ആവുകയാണ്, എന്നിട്ട് തിരിച്ച് എംബാപ്പയ്ക്ക് കിട്ടുന്നു, കവറേജ് പ്രസ് ചെയ്ത് ബോൾ റിക്കവർ ചെയ്യണം. സോ ഓക്കെ റൈറ്റിലാണ് കളി, ഞാൻ പതുക്കെ നടന്നു വന്നാൽ മതി എന്ന് പറഞ്ഞാൽ കവറേജ് അവിടെ നിൽക്കുമല്ല, ആളുടെ സൈഡിലും എൻഷുർ ചെയ്യുവാണ് എംബാപ്പയുടെ കാലിലോട്ട് എപ്പോഴേലും ബോൾ വന്നാൽ ഐ ഷുഡ് ബി ദ പുള്ളി അവിടെ ട്രാക്ക് ബാക്ക് ചെയ്യുകയാണ്. അതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ഇവർ ആ പ്രസ് ബീറ്റ് ചെയ്ത് പോയാൽ, ആ ഫ്രണ്ടിലെ ആ ഡിഫൻഡേഴ്സ് പ്രസ് ബീറ്റ് ചെയ്താൽ അവർ രണ്ടുപേരും അവിടെ നിൽക്കുകയാണ്, പിന്നെ ബോൾ വേണം ഇങ്ങോട്ട് വരട്ടെ എന്നുള്ളൊരു ഇതിൽ. സോ ക്ലിയർലി ലാസ്റ്റ് സീസൺ കാർലോ ആൻസലോട്ടി ഇതിനുള്ള ആൻസർ കണ്ടെത്തിയില്ല, ചാബി അലോൺസോ ഇതുവരെ ഈ ടൂർണമെന്റിൽ ആൻസർ കണ്ടെത്തിയിട്ടില്ല. കിലിയൻ എംബാപ്പയും വിനീഷ്യസ് ജൂനിയറും സെയിം ടൈം ഓൺ ദ പിച്ച് വർക്ക് ആവുമോ എന്നുള്ള ഒരു കാര്യത്തിൽ ചാബി അലോൺസോ എത്രയും പെട്ടെന്ന് ഡിസിഷൻ എടുത്തില്ലെങ്കിൽ റയൽ മാഡ്രിഡ് ഈ സീസൺ ഫോളോ ആവും. സോ ചാബി അലോൺസോയും പോസ്റ്റ് മാച്ച് അത് തന്നെയാണ് പറഞ്ഞത്, ഐ നോ എന്താണ് കുഴപ്പം, എക്സാക്ട്ലി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നുള്ള ആൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചാബി അലോൺസോ നമുക്ക് ഉറപ്പാണ് കാർലോ ആൻസലോട്ടിനെ പോലെ ഓവർ ടൈം കൊടുക്കുക, പ്രൊട്ടക്ഷൻ കൊടുക്കാനൊന്നും പോകുന്നില്ല, സിസ്റ്റം കറക്റ്റ് അല്ല, ഈ പ്ലെയർ വർക്ക് ആവുന്നില്ല, എത്ര വലിയ പ്ലെയർ ആണെങ്കിലും ഹീസ് ഗോയിങ് ടു ബെഞ്ച്, അതാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് റോഡ്രിഗോ മിക്കവാറും ടാറ്റ ബൈ റയൽ മാഡ്രിഡ് വിടാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ഇന്നലെ 3-0 ഫസ്റ്റ് ഹാഫ് പുറകെ പോയതിനു ശേഷവും സെക്കൻഡ് ഹാഫിൽ സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ തന്നെ റോഡ്രിഗോനെ ഇറക്കി വിടേണ്ടതാണ്. കാരണം ആ ഫ്രണ്ട് 3 പ്ലേയേഴ്സ് ഒന്നും കാണിക്കത്തില്ല, ആരെയും മാറ്റിയിട്ട് റോഡ്രിഗോനെ ഇറക്കേണ്ടതാണ്. അല്ലേ പോട്ടെ, ഒരു 70 മിനിറ്റായി 80 മിനിറ്റായി, 1 മിനിറ്റ് പോലും ഇന്നലെ റോഡ്രിഗോ പിച്ചിലില്ലായിരുന്നു. ലൂക്കാസ് വാസ്കസ്, മോഡ്രിച്ച്, ബ്രഹീം ഡിയാസ്, ഈവൻ മിലിറ്റാവോ, ഡാനി കർവാൾ എല്ലാവരും തിരിച്ചു വന്നു. ബട്ട് റോഡ്രിഗോയ്ക്ക് ഇന്നലെ 1 മിനിറ്റ് പോലും കൊടുത്തില്ല. ഈവൻ ഡോർട്ട്മണ്ട് മാച്ചിൽ ആളെ 86-ാം മിനിറ്റിൽ ഇറക്കി. സോ ക്ലിയർലി ഹീ ഈസ് നോട്ട് ഇൻ ചാബി അലോൺസോസ് പ്ലാൻ. പതുക്കെ ഏത് ക്ലബ്ബാന്ന് വെച്ചാൽ ഫൈൻഡ് ചെയ്തോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണെന്ന് തോന്നുന്നു. സോ അടുത്തതായിട്ട് നമ്മൾ ഇന്നലെ റൗൾ ഹസൻസ് ഈ ടൂർണമെന്റിലോട്ട് വരുമ്പോഴേക്കും മാൻ ഹീസ് ബാഡ്, ഹി ഹാസ് ബീൻ റിയലി ബാഡ് ഈ ടൂർണമെന്റിൽ. ഈ ഓവർ ക്രിറ്റിസിസത്തിലോടൊന്നും പോകുന്നില്ല, പുള്ളിയുടെ മാത്രം കുഴപ്പമില്ല, പിന്നെ അപ്പുറത്തെ റുഡിഗർ ആണ് മിസ്റ്റേക്സ് വരുന്നത്. ഇവരുടെ പ്രസ്സിങ് അന്യായമാണ്. ഗൂളറും ബെല്ലിംഗമും മിഡ്ഫീൽഡും ഐസൊലേറ്റഡ് ആവുകയാണ്. അവരുടെ മിഡ്ഫീൽഡേഴ്സിന് ഫാബിയാൻ റൂയിസ്, വിറ്റീന, ജാവോ നെവസ്, ഹക്കീമി, നൂനോ മെൻഡസ് മിഡ്ഫീൽഡോട് സ്റ്റെപ്പ് ചെയ്യും. ഹക്കീമി ഒരു സ്ട്രൈക്കർ റോളാണ് പലപ്പോഴും. നൂനോ മെൻഡസ് മിഡ്ഫീൽഡോട് സ്റ്റെപ്പ് ചെയ്യും. PSG മിഡ്ഫീൽഡ് ഡോമിനേഷൻ, ഡെമ്പലെ ഡ്രോപ്പ് ചെയ്യും, ഇടയ്ക്ക് ഡോയെ ഡ്രോപ്പ് ചെയ്യും. മിഡ്ഫീൽഡ് അവർ 4-5 പ്ലേയേഴ്സ് സ്റ്റാക്ട് ആക്കുവാണ്. ഇവരുടെ ആരാ ജൂഡ് ബെല്ലിംഗമും ഗൂളറും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നോക്കി നിൽക്കുക. രണ്ടുപേരും എന്ത് ചെയ്യണമെന്ന് അറിയാതെ, എംബാപ്പയോ വിനിയോ ഗോൺസാലോ ഗാർഷിയോ ഡ്രോപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ അതുമില്ല. സോ 2 vs 4-5 സിറ്റുവേഷൻ ആയിരുന്നു മിഡ്ഫീൽഡ്. ഒരു കുഴപ്പമില്ലാതെ PSG കംഫർട്ടബിളി ബോൾ റൊട്ടേറ്റ് ചെയ്യുകയാണ് മിഡ്ഫീൽഡ്. നമ്മൾ മാൻ യുണൈറ്റഡിന്റെ കാര്യം പറയുന്ന പോലെ 2 മാൻ മിഡ്ഫീൽഡ്, അറ്റാക്കേഴ്സോ ഡിഫൻഡേഴ്സോ മിഡ്ഫീൽഡോട് സ്റ്റെപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നില്ല റയലിന്. സോ ക്ലിയർലി ഇന്നലെ ഗൂളറും ബെല്ലിംഗമും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമായിരുന്നു. സിമിലർ ഓഫ് ദ ബോൾ ഗൂളർ ഇഷ്യൂ വീണ്ടും കാണിച്ചു. കാരണം ഇന്നലെ PSG ബോൾ ഡോമിനേറ്റ് ചെയ്തൊരു മത്സരമാണ്. ഗൂളറിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ എല്ലാ വീഡിയോസിലും പറയുന്ന ഒരു കാര്യമാണ്, ഓഫ് ദ ബോൾ ഗൂളറിന്റെ പ്രസ്സിങ്, ഗൂളറിന്റെ ഓഫ് ദ ബോൾ വർക്ക് റേറ്റ്, ഓഫ് ദ ബോൾ അബിലിറ്റി ടു റീഡ് ദ ഗെയിം ഇംപ്രൂവ് ചെയ്തില്ലേ പാടുപെടും. സോ ഇന്നലെ PSG കംപ്ലീറ്റ് ഡോമിനേഷൻ ആയിരുന്നു പൊസഷനിൽ. ഗൂളറിനെ ഔട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വായും പിടിച്ചിരിക്കുമായിരുന്നു. സെയിം ഫോർ ജൂഡ് ബെല്ലിംഗമിന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമായിരുന്നു. സോ സിസ്റ്റമേ കംപ്ലീറ്റ്ലി ഓഫ് ആയിരുന്നു. 11 പ്ലേയേഴ്സും അഗ്രസീവ്ലി പ്രസ് ചെയ്ത് കളിക്കാതെ 100% കൊടുക്കാതെ PSG കേസ് ജയിക്കാൻ പറ്റത്തില്ല. അത് ബയൺ മ്യൂണിക് മാച്ചിൽ നമ്മൾ കണ്ടതാണ്. ഹാരി കെയ്ൻ പോലും പുള്ളിയുടെ ഗെയിമിൽ തന്നെ ഏറ്റവും ബിഗസ്റ്റ് പ്രസ്സിങ്, അഥവാ നമ്മൾ ടാക്കിൾ ചെയ്യുന്നു, ഓടി നടക്കുന്നു, എല്ലാം കണ്ടു. അമ്മാതിരി പ്രസ്സിങ് കൊടുത്തിട്ട് പോലും PSG ഫൈനലി എങ്ങനെയൊക്കെയോ ജയിച്ചു. സോ അതാണ് പറഞ്ഞത്, 100% PSG അഗേൻസ്റ്റ് കൊടുക്കാതെ 11 പ്ലേയേഴ്സും പിച്ചിൽ വർക്ക് ലോഡ് എടുക്കാതെ നിൽക്കാനായിട്ട് പറ്റത്തില്ല. ടീബോ കോട്ടോടെ ഇന്നത്തെ 1-2 നല്ല സേവുകളും മേ ബി കവറേജ് കുറച്ചുകൂടി ക്ലിനിക്കൽ ഓടെ ആവുമായിരുന്നെങ്കിൽ കളിയുടെ ഗതി മാറിയിരിക്കും. 4-0 നിൽക്കേണ്ടതല്ല. അതുപോലെ തന്നെ PSG കാര്യം പറയാതിരിക്കാൻ വയ്യ. മാൻ വിറ്റീന what a player, Hakimi what a player, Nuno Mendes what a player, Joao Neves what a player, Fabian Ruiz and Dembele, man, entirely different Dembele bro, entirely different Dembele. No words to describe Dembele. പക്ഷെ ഇതിനെല്ലാം ഇടയ്ക്ക് നമ്മൾ മറ്റൊരു പ്ലെയറിന്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. ന്യൂനോ മെൻഡസ്, മാൻ വാട്ട് എ പ്ലെയർ. അവനെ വിറ്റീന്, ഇവർ രണ്ടുപേരും ബാലൺ ഡോർ ഷൗട്ട് ഡിസർവ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിനെല്ലാം ഇടയ്ക്ക് നമ്മൾ ജാവോ നെവസിനെ വിട്ടുകൊടുക്കരുത്. എന്നോട് ചോദിക്കുകയാണ് അണ്ടർ റേറ്റഡ് പ്ലെയർ ദിസ് ടീം ഈസ് ജാവോ നെവസ്. മാൻ വാട്ട് എ പ്ലെയർ.
എവിടെ ഉണ്ടോ അവിടെ ഉണ്ട്, എവിടെ ചിന്തിക്കുന്നോ അവിടെ ഇതെന്ന് പറയുന്നില്ല, എവിടെ ചിന്തിക്കുന്നോ അവിടെ അല്ല, എവിടെ ബോളുണ്ടോ അവിടെ ജാവനവസ്, എവിടെ ബോളുണ്ടോ അവിടെ ജാവനവസ്. പ്രസ്സിങ് ഓൺ ദ ബോൾ, മൂവ്മെന്റ്സ്, പൊസിഷൻ, ടീംമേറ്റ്സിന് സപ്പോർട്ട് ചെയ്ത് അത് റൈറ്റ് ബാക്ക് കവർ വേണം കൊടുക്കാം, മിഡ്ഫീൽഡ് വിറ്റിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യുമ്പോൾ ഞാൻ വന്ന് അവിടെ കവർ കൊടുക്കാം, ഫാബിയൻ റൂയിസ് എനിക്ക് കയറി പോടാം, ഞാൻ അവിടെ ഉണ്ട്. ഒന്നും പറയാനില്ല, വേറെ ലെവല് പെർഫോമൻസ് ആയിരുന്നു ജാവനവസിന്റെ. സൂപ്പർ പ്ലെയർ, വാട്ട് എ പ്ലെയർ. അതുപോലെ തന്നെ ബാക്കി എല്ലാവരുടെയും എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല. PSG കംപ്ലീറ്റ് പെർഫോമൻസ് ആൻഡ് ലൂയിസ് എൻട്രിക്ക് ഡിസേർവ്സ് ക്രെഡിറ്റ് മാൻ. ഈ ഒരു എന്നാ പറയുക, ഒരു മൂവ്മെന്റ്സ് നമ്മൾ PSG കുറിച്ച് ഒത്തിരി പറയണ്ട, നമ്മൾ പലവണ പറഞ്ഞിട്ടുണ്ടാണ് പ്ലേയേഴ്സിന്റെ മൂവ്മെന്റ്സ്, മൂവ്മെന്റ്സ് അതാണ് ഇവരുടെ മൂവ്മെന്റ്സും പ്രസ്സിങ്. PSG സ്പെഷ്യൽ ആക്കുന്ന എന്താണ്, ആ ഒരു വേൾഡിലെ ഏറ്റവും ഫിസിക്കലായിട്ട് സൈഡാണോ? അല്ല, സിമ്പിൾ. ഒന്ന് മൂവ്മെന്റ്സ്, രണ്ട് പ്രസ്സിങ്. ബേസിക്കലി പറയാനായിട്ടാണ് ഇതാണ്. PSG പ്ലേയേഴ്സ് എല്ലാം ടാലന്റഡ് ആണ്, പക്ഷെ അതുപോലെ തന്നെയാണ് മഡ്രിഡ് പ്ലേയേഴ്സ്. ലോകത്തുള്ള എല്ലാ ടീമിലും ടാലന്റഡ് പ്ലേയേഴ്സ് ഉണ്ട്. ഡെമ്പലെ, കവർസ്കലെ, ഡോയ, ഇവരെല്ലാം ടാലന്റഡ്. വിറ്റീന, ഫാമിയൻസ്, എല്ലാ ടീം വേൾഡിലുള്ള എല്ലാ ടീമിലും ടാലന്റഡ് ആയിട്ടുള്ള, അത് ഇവരെക്കാളും ടാലന്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട്. ഇവരെക്കാളും ടാലന്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉള്ള സൈഡുകളുണ്ട്. ഈവൻ റയൽ മാഡ്രിഡിലോട്ട് തന്നെ നോക്കും. പിച്ചിലെ ടാലന്റ് വൈസ് നോക്കാനായിട്ടാണ് ഈക്വൽ ആണ്. മേ ബി റയലിന് കുറച്ചുകൂടെ ഉണ്ടെന്ന് ആർഗ്യൂ ചെയ്തതിന് തെറ്റ് പറയാൻ പറ്റത്തില്ല. പക്ഷേ ആസ് എ ടീം പ്രസ്സിങ്, മൂവ്മെന്റ്സ്, ഇത് രണ്ടുമാണ് PSG വേൾഡിലുള്ള എല്ലാ ടീമിനേക്കാളും സൂപ്പർ ആക്കുന്നത്. ആൻഡ് അബിലിറ്റി ടു മാനേജ് ദ ഗെയിം. സെക്കൻഡ് ഹാഫിൽ നമ്മൾ കണ്ടു അവർ അഗ്രസീവ്ലി വീണ്ടും പ്രസ് ചെയ്ത് എക്സ്ട്രാ ഇന്റൻസിറ്റി കാണിക്കുമല്ലോ. റയലിന് ബോൾ കൊടുക്കേണ്ടത് കൊടുത്ത് നിങ്ങൾ കളിച്ചോ, ഞങ്ങൾ ഡിഫെൻഡ് ചെയ്യേണ്ട കാലത്ത് ഡിഫെൻഡ് ചെയ്യാം, ബോൾ കീപ്പ് ചെയ്ത് പാസ് ചെയ്ത് വെറുപ്പിക്കണം, ഞങ്ങൾക്കതറിയാം. സോ അതാണ് ഒരു കംപ്ലീറ്റ് ടീമാക്കി ലൂച്ചോ ഈ സൈഡിനെ മാറ്റിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനുള്ളത്? അതുപോലെ ലൂക്ക മോഡ്രിച്ച് ഹസ് പ്ലേഡ് ഹിസ് ലാസ്റ്റ് ഗെയിം ഫോർ റയൽ മാഡ്രിഡ്. വേഴ്സ് ഗെയിം ആയിരിക്കും. പുള്ളി ആലോചിക്കാൻ പോലും ആഗ്രഹമില്ലാത്തൊരു മാച്ചായിരിക്കും. പേഴ്സണലി എനിക്ക് പുള്ളിയെ ഇന്നലെ ഇറക്കണ്ടെന്നായിരുന്നു. കാരണം ഇത്രയും വേഴ്സ് സിറ്റുവേഷനിലോട്ട് പോകുമ്പോൾ ലാസ്റ്റ് ഗെയിം ഫോർ റയൽ മാഡ്രിഡ് എന്ന് എല്ലാവരും ചോദിക്കുമല്ലോ. എല്ലാവരും പറയുമ്പോഴേക്കും ഈ ഒരു ലോസ് പറയുന്നതിലും ബെറ്റർ ഡോർട്ട്മുണ്ട് മാച്ച് ആയിരുന്നെന്ന് തോന്നുന്നു. സോ അതുപോലെ ലൂക്കാസ് വാസ്കസ് ഓൾസോ ഹാസ് പ്ലേഡ് ഹിസ് ലാസ്റ്റ് ഗെയിം ഫോർ റയൽ മാഡ്രിഡ്. സോ എന്താണ് നിങ്ങൾക്ക് ഈ ടീമിൽ വരേണ്ട ചേഞ്ചുകളും മാറ്റങ്ങളും? വിൽ ചാബി അലോൺസോ അവർ ബോൾഡ് കോൾ എടുക്കുമോ? മേ ബി ഇതൊരു അർത്ഥത്തിൽ നല്ലതായിരിക്കും. ഈ ഒരു ലോസ് റയൽ മാഡ്രിഡിൽ ഇനി എവിടെയൊക്കെയാണ് സൈനിങ്സ് വേണ്ടത് എന്നുള്ളത് തുറന്ന് കാണിക്കുന്നതായിരിക്കും. കൂടാതെ മേ ബി പെറസിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുമായിരിക്കും. ഗോ ടു ദ മാർക്കറ്റ്. ചാബി ഡിമാൻഡ് ചെയ്യുന്നത് അങ്ങോട്ട് കൊടുക്കുക, അങ്ങോട്ട് പ്രഷറിൽ ചാബിനെ ആക്കും. ഓക്കെ, ചാബി ഇന്ന ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, ഓക്കെ ഞാനത് തരാം, പക്ഷെ എനിക്ക് റിസൾട്ട് വേണം. ആ ഒരു പ്രഷർ മേ ബി ചാബിക്കും കൊടുക്കുക. അതുപോലെ മിലിറ്റാവ് ഇന്നലെ ഇഞ്ചറിക്ക് ശേഷം വന്നു, കർവഹാൾ വന്നു, ഇതെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും.